വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ വീക്കിൽ നടന്ന മത്സരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. നമുക്കറിയുന്ന പോലെ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ മത്സരമായിരുന്നു ഈ വീക്കിൽ ആരാധകരെല്ലാവരും കാത്തിരുന്നത്. മത്സരത്തിൽ 2-2 സിറ്റി ആഴ്സണൽ സമനിലയിൽ വിരിഞ്ഞു. ബാക്കി മത്സരത്തിലോട്ട് നോക്കാനാണെങ്കിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മത്സരം നടന്നത് ബ്രൈറ്റൺ അതുപോലെ നോട്ടിംഗ്ഹാം ആയിരുന്നു. അതിൽ ബ്രൈറ്റൻ്റെ ഗോളുകൾ എന്തായാലും ഹൈലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയുണ്ട്. നല്ല അടിപൊളി ഗോളുകളായിരുന്നു. വെൽബാക്കിൻ്റെ ഫ്രീ കിക്ക്, അതുപോലെ ഇൻഷൽ വുഡിൻ്റെ ഒരു ഹെഡർ ഗോൾ എല്ലാം വന്നത് നല്ല അടിപൊളിയായിരുന്നു. ഒരു നോട്ടിംഗ്ഹാം ആയിരുന്നു മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തത് ക്രിസ് വുഡിൻ്റെ പെനാൽറ്റിയിലൂടെ. പക്ഷേ ബ്രൈറ്റൺ പിന്നെ തിരിച്ചടിച്ചു 2 ഗോൾ. ഫസ്റ്റ് ഹാഫിൻ്റെ മുന്നേ തന്നെ അവർ 2 ഗോളും ഫസ്റ്റ് ഹാഫിനോട് അടുപ്പിച്ച് 2 ഗോൾ അടിച്ചു. പക്ഷേ പിന്നെ സെക്കൻഡ് ഹാഫിൽ സോസൈഡ് ഗോളോട് തിരിച്ചു വന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത്. ഒരു കുറച്ച് നല്ല ചാൻസുകൾ കിട്ടിയത് മിസ്സായതൊക്കെ ഉണ്ടായിരുന്നു. അത് മറ്റൊരു നല്ല പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ഒരു ഗോൾ ഡ്രൈവ് സമനിലയാണ് ക്രിസ്റ്റൽ പാലസ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തമ്മിലുണ്ടായിരുന്നത്. ഗർനാച്ചോൻ്റെ ആ ഒരു കിടിലൻ റണ്ണും ഒരു ഷോട്ട് പോസ്റ്റിൽ കൊണ്ടുപോയത്, അതിന് പിറകെ വന്ന റിബൗണ്ട് ഷോട്ടും എല്ലാം പോസ്റ്റിൽ കൊണ്ടുപോയത് കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും യുണൈറ്റഡിൻ്റെ നമ്മൾ ഇന്നത്തെ വീഡിയോസിലൊക്കെ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ഫിനിഷിംഗ് ആണ് പലപ്പോഴും യുണൈറ്റഡിന് ഈ അടുത്ത് പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഹോയ്ലൻഡ് ഇഞ്ചുറി ആയിട്ട് പുറത്താണ്. അപ്പോൾ ഒരു സ്ട്രൈക്കർ ഇല്ലാത്തത് പലപ്പോഴും പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. സിർക്സി ആണെങ്കിൽ എപ്പോഴും ഒരു പ്ലേ മേക്കർ പോലെയൊക്കെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കളിക്കുന്ന പൊസിഷനിൽ അടിപൊളിയാണ് എന്ന് പറയാം. പാസ് ഇടുന്നുണ്ട്, നല്ല ബാക്ക് നിന്ന് ബോൾ റിക്കവർ ചെയ്യാനോ പ്രസ് ചെയ്യാനോ ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു പ്രോപ്പർ സ്ട്രൈക്കറല്ല താരം പലപ്പോഴും. താരം ഒന്ന് നല്ല ഡീപ്പിലോട്ട് ഇറങ്ങി, കുറച്ച് ഡീപ്പിലോട്ടല്ല നല്ല ഡീപ്പിലോട്ട് ഇറങ്ങി ഇന്ന് കളിക്കാൻ, പിന്നെ അതുപോലെ പലപ്പോഴും വിങ്ങിലോട്ടൊക്കെ മാറി പാസ് കൊടുക്കാൻ, പാസിലും ക്രോസ് കൊടുക്കാൻ, അതിനൊക്കെ താരത്തിന് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. ആ ഒരു രീതിയിലാണ് താരത്തിൻ്റെ ഒരു കളി വരുന്നത്. അപ്പോൾ ഒരു സ്ട്രൈക്കർ ഇല്ലാതെ താരത്തിനെ ഫ്രണ്ടിൽ വെച്ചിട്ട് കളിക്കുന്നത് അത്ര ഒരു നല്ലതാണ് തോന്നുന്നില്ല. ഒരു ഗോൾ സ്കോറിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. പിന്നെ ബ്രൂണോ പലപ്പോഴും ഫ്രണ്ട് കളിക്കുന്നത്. ബ്രൂണോ ചാൻസ് മിസ്സാക്കിയിരുന്നു. ഇപ്പോൾ യുണൈറ്റഡിന് നല്ലൊരു കളി കളിച്ചിട്ടും പിന്നെയും പോയിന്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു എന്ന് പറയാം. പിന്നെ ഒരു മത്സരം ഉണ്ടായിരുന്നത് ടോട്ടനമായിരുന്നു. ടോട്ടനം നന്നായി കളിച്ചു. ബ്രണ്ടൻ ജോൺസൻ്റെ അടുത്ത് പറയണം. ബ്രണ്ടൻ ജോൺസൺ തുടർച്ചയായിട്ടുള്ള കളികളിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. ധാരാളം ഗോൾ കണ്ടെത്തി ബ്രെൻഫോർഡിനെതിരെ. ബ്രെൻഫോർഡ് ആദ്യം ലീഡ് എടുത്തത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ലീഡ് എടുത്തിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ലീഡ് എടുത്തു. പക്ഷേ ടോട്ടനം പിന്നെ അടിച്ച് കയറി. പിന്നെ എടുത്ത് പറയാനുള്ളത് ആസ്റ്റൺ വില്ലയാണ്. ആസ്റ്റൺ വില്ല യുമരിൻ്റെ കീഴിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഇപ്രാവശ്യം എന്തായാലും ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് എന്തായാലും അവർ അതിന് വേണ്ടിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. 3 ഗോളിൽ നിന്ന് വോൾസിനെ തോൽപ്പിച്ചു. വോൾസ് അത്ര വലിയ ഫോമിലൊന്നുമില്ല പ്രാവശ്യം. സ്റ്റാർട്ടിങ്ങിൽ ആസ്റ്റൺ വില്ലയാണ് 3 ഗോൾ. വാട്കിൻസ് എല്ലാം ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഇപ്രാവശ്യം എന്തായാലും ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് വേണ്ടിയിട്ട് ടോപ്പ് 4 വേണ്ടിയിട്ട് ആസ്റ്റൺ വില്ല ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പിന്നെ ചെൽസിയുടെ കാര്യത്തിൽ പറയണം. നിലവിൽ 5ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 2-3 സീസണിൽ കണ്ട പോലെ ഒന്നും ആവില്ല എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് കാണുമ്പോൾ തോന്നുന്നത്. കാര്യം പിന്നെ എല്ലാ സീസണിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഭയങ്കര പ്രശ്നം കാണായിരുന്നു ചെൽസിൻ്റെ. പിന്നെ ഒന്ന് ഇടയ്ക്ക് നിന്നാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രത്യേകിച്ച് തീരെ ഫോമിലല്ലാതിരുന്ന നിക്കോളസ് ജാക്സണൊക്കെ ഡബിൾ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കോൾ പാമർ കഴിഞ്ഞ സീസണിൽ പോലെ തന്നെ ഇപ്രാവശ്യം ഫോം തൊട്ടിട്ടുണ്ട്. എന്തായാലും ഗോൾ അടിച്ചു വെസ്റ്റ് ഹാമിനെതിരെ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 8ാം സ്ഥാനം തൊട്ടൊന്നും ഇപ്രാവശ്യം ചെൽസി എന്തായാലും പോകുന്നുണ്ടാവില്ല എന്നാണ് ആദ്യത്തെ ഈ മത്സരങ്ങളൊക്കെ കഴിയുമ്പോൾ തോന്നുന്നത്. നിക്കോളസ് ജാക്സണൊക്കെ ഗോൾ അടിച്ച പോലെ അല്ലെങ്കിൽ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. നല്ല സീലിങ്ങുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നം കൂടി മറികടക്കാൻ കഴിഞ്ഞാൽ എന്തായാലും ഇപ്രാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 10-15 പോലെ ഗോളൊക്കെ എന്തായാലും അടിക്കാൻ കഴിയുന്ന താരമാണ്. ആ ഒരു കോൺഫിഡൻസിലൂടെ താരത്തിന് എത്തിക്കാനുള്ള സ്ട്രൈക്കർ ആയതുകൊണ്ട് ആ ഒരു ഫിനിഷിങ്ങിന് കുറച്ച് കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസിലൂടെ താരത്തിന് എത്തിക്കാനുള്ളതാണ്. ഇപ്പോൾ പ്രകടനം കണ്ടിട്ട് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഒരു വെസ്റ്റ് ഹാമിനോടാണ് ചെൽസി ജയിച്ചത്. വെസ്റ്റ് ഹാമിൻ്റെ അടുത്ത് വരണം, കുഴപ്പമില്ല. ഫുൾക്രൂക്ക് അടക്കം കുറച്ച് പ്ലേയേഴ്സൊക്കെ എത്തിയതാണ്. പക്ഷേ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല ടീമിന്. പിന്നെ ലിവർപൂൾ കഴിഞ്ഞ നോട്ടിംഗ്ഹാമിനോട് തോറ്റിരുന്ന ഒരു ഗോളിനോട് അവരാണെങ്കിൽ ബേൺമൗത്തിന് ഇന്നലെ 3 ഗോളിന് കൊടുത്തിട്ടുണ്ട്. ലൂയിസ് ഡിയാസ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല ഫോമിലാണ്. 2 ഗോളൊക്കെ അടിച്ചിരുന്നു. നമുക്ക് വീക്കിലായിട്ട് പ്രധാനപ്പെട്ട മത്സരമായിരുന്ന സിറ്റി ആഴ്സണൽ മാച്ചിലോട്ട് വരാം. മത്സരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റാർട്ടിങ്ങിൽ റോഡ്രിനെ മാച്ച് സ്റ്റാർട്ടിങ് തന്നെ ടച്ചിൽ നിന്ന് തന്നെ ആ ഒരു താരത്തിനെ റോഡ്രിനെ ഫൗൾ ചെയ്തിട്ട് ചെയ്തിട്ടാണ് മാച്ച് തുടങ്ങിയത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ട്രൊസാർഡിനെ കണ്ട യെല്ലോ കാർഡും. 2 ഇൻസിഡൻസാണ് കാര്യമായിട്ട് മാച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ തോന്നുന്നുണ്ട്. റോഡ്രി പിന്നെ 20 മിനിറ്റ് ശേഷം ഏകദേശം 20 മിനിറ്റ് ആയപ്പോൾ കയറി. അതോടെ പിന്നെ ആഴ്സണലിന് കുറച്ച് ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ സിറ്റി എന്താ ലീഡ് എടുത്തിരുന്നു 9 മിനിറ്റിൽ തന്നെ.
ലീഡ് എടുത്തിരുന്നു. 22 മിനിറ്റ് ആയപ്പോൾ കലിഫിയറിൻ്റെ ഗോളിലൂടെ ആഴ്സണൽ സമനില പിടിക്കുകയും ചെയ്തു. ഹാളൻഡിൻ്റെ ഗോളിലോട്ട് നോക്കുകയാണെങ്കിൽ സവീഞ്ഞോൻ്റെ ആ ഒരു വിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് കയറി ഒരു പാസ് ഭയങ്കര സ്പേസ് ആയിരുന്നു ആഴ്സണൽ ആ മിഡ്ഫീൽഡിലൊക്കെ വിട്ടത്. സവീഞ്ഞോനെ അറിയാം, സവീഞ്ഞോ ലാലിഗയിൽ കളിച്ചെന്ന് തരാണ്. മിഡ്ഫീൽഡിൽ നിന്ന് ഒരിക്കലും ഇത്ര സ്പേസ് ഒന്നും ലാലിഗയിൽ കിട്ടൂല. അപ്പോൾ അത്രയും ഒരു ക്ലോസർ സ്പേസിൽ കളിച്ച് വന്നിട്ടുള്ള പ്ലെയറാണ്. പിന്നെ പ്രത്യേകിച്ച് ആവശ്യമുള്ളത് അങ്ങനത്തെ പ്ലേയേഴ്സാണ്. ഭയങ്കര ക്ലോസ് സ്പേസിലൊക്കെ കളിക്കാൻ കഴിയുന്ന താരങ്ങളെയാണ് വേണ്ടത്. സവീഞ്ഞോ പെർഫെക്റ്റ് ആണെന്ന് തന്നെ പറയാം. റൈറ്റ് വിങ്ങിൽ നല്ല സ്പീഡ്, അത്യാവശ്യത്തിലധികം ട്രിപ്ലിങ് എബിലിറ്റി, പിന്നെ ആ പാസ് കറക്റ്റായിരുന്നു. ഹാളണ്ട് ഓഫ് സൈഡൊക്കെ നോക്കിയിട്ട് തന്നെ ഓടി. ഗബ്രിയേൽ, കലിഫിയർ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ സാലിബ ഉണ്ടായിരുന്നു, പക്ഷേ പ്ലെയറെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു അത്രയും സ്പേസ് ഒഴിച്ചിട്ട് ഹാളണ്ടിനെതിരെ ഒഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഒരു സൂയിസറിലെ തന്നെയാണ്. താരാണെങ്കിൽ ആ ഫിനിഷിങ് അടുത്ത് വരണം. വളരെ റയ കറക്റ്റ് പൊസിഷനിലോട്ട് കൊന്നിരുന്നു, പക്ഷേ വേറെ നോക്കില്ല. താൻ വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫിനിഷിങ് അങ്ങനെ തന്നെയാണ് ഇട്ടത്. അങ്ങനെ സിറ്റി ഗോളടിച്ചു. ആ ഒരു സമയത്ത് പിന്നെ സിറ്റി അടിച്ച് കയറും തോന്നിയിരുന്നു, പക്ഷേ ആഴ്സണൽ അവർക്ക് എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവും ഗോൾ അടിക്കാൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം. കലിഫ്യൂരി ആണ് ആ ഗോളടിച്ചത്. ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു ഫൗളിൽ ഫ്രീ കിക്ക് ആഴ്സണലിൽ എടുത്തത് പെട്ടെന്നായിരുന്നു. ഗോൾ കഴിഞ്ഞ ശേഷം വാക്കറൊക്കെ ചെന്ന് റെഫറിനോട് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് എടുത്തു. കാര്യം വാക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ റെഫറി ആയിട്ട്. അപ്പോൾ തിരിച്ച് എൻ്റെ പൊസിഷനിലോട്ട് ആ പൊസിഷൻ ബാക്കിലോട്ട് എത്താൻ കഴിയില്ല. അവിടുന്ന് സൈഡിൽ കൂടി തന്നെയാണ് പിന്നെ മാർട്ടിനൽ ഓടി കയറിയത്. അപ്പോൾ ഇവിടെ എത്താൻ പ്രൊട്ടസ്റ്റ് ചെയ്തു, പക്ഷേ റെഫറി സമ്മതിച്ചു കൊടുത്തില്ല. കലിഫറിൻ്റെ ഗോളെടുത്ത് പറയണം. പലപ്പോഴും ഇതിന് മുന്നേ യുവന്റസിനെതിരെ കളിച്ചപ്പോഴൊക്കെ ഇറ്റലിയിൽ ഗോൾ അടിച്ചിട്ടുള്ള താരമാണ്. ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ഗോൾ അടിക്കാറുന്ന താരത്തിന് അത്ര പ്രശ്നമുള്ളതല്ല. താരം ഡിഫൻഡർ ആണെങ്കിലും ഗോൾ അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. ആ ഒരു ഷോട്ട് കറക്റ്റ് അടിച്ചു പോസ്റ്റിൻ്റെ മൂലക്കിലോട്ട് തന്നെ കയറ്റി. പിന്നെയാണ് ആ ഒരു ഇൻസിഡൻ്റ് എല്ലാം വന്നത്. എന്താണ് ട്രൊസാർഡിൻ്റെ ഫസ്റ്റ് മുന്നേ, പിന്നെ ഗബ്രിയലിൻ്റെ ഗോള് രണ്ടാമത്തെ വന്ന്. ഗബ്രിയലിൻ്റെ ഗോൾ എടുത്ത് പറഞ്ഞ കാര്യം അതിൻ്റെ മുന്നേ ഒരു കോർണറിലാണ് ഗോൾ അടിച്ചത്. അതിൻ്റെ മുന്നേ ഒരു കോർണറിൽ ഇതുപോലെ പ്ലാൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഫാൻസിനും ടീമിന് എല്ലാവർക്കും അറിയാം ആഴ്സണലിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു ഗോളിനെ ഓപ്പോസിറ്റ് ഗോളി എഡേഴ്സനെ 2-3 പ്ലേയേഴ്സ് മിനിമം ഫ്രണ്ടിൽ, സൈഡിൽ, ബാക്കിൽ, ഇങ്ങനെ 3 പ്ലേയേഴ്സ് എന്തായാലും ആഴ്സണലിൽ ഉണ്ടാവും. കീപ്പർക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിലോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു കറക്റ്റ് വന്നാൽ മാത്രം അത് പഞ്ച് ചെയ്ത് കളയാമെന്നല്ലാതെ പലപ്പോഴും പുറത്തോട്ട് ആ 3 പേരുടെ ഇടയിൽ കൂടി പുറത്തിറങ്ങിയിട്ട് വീണം പിന്നെ ബോൾ ക്യാരി ചെയ്യാനൊക്കെ. അപ്പോൾ അത്ര ഒരു ആഴ്സണലിൽ അത്ര ഒരു പ്ലാൻ ആയിരുന്നു കേട്ടത്. പിന്നെ ഗബ്രിയേലാണെങ്കിൽ ഓടി വരും ബോക്സിൻ്റെ ഏകദേശം പെനാൽറ്റി ഡീൻ ബോക്സിൻ്റെ ആ ഭാഗത്ത് ഇരിക്കുക. പിന്നെ കോർണർ വരുമ്പോൾ ഇതിലൂടെ വന്നാൽ ഹെഡ് ചെയ്തിടുക എന്നുള്ള രീതിയിൽ ഓടി വരുന്നു. കെയിൽ വാക്കറായിരുന്നു മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും സിറ്റിയുടെ ഡിഫൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതിന് മുന്നേ മാഡ്രിഡിനായിട്ട് തോറ്റ ചാമ്പ്യൻസ് ലീഗ് മാച്ചിലൊക്കെ അവർ എയറിൽ പലപ്പോഴും ഭയങ്കര വീക്കാണ്. കുറച്ചൊന്നുമല്ല, നല്ല വീക്കാണ്. ഒരു മെയിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഡിയാസ് അടക്കം പലപ്പോഴും ഭയങ്കര വീക്കാണ്. റോഡ്രിഗോൻ്റെ ഗോളൊക്കെ കണ്ടിട്ടുണ്ടാവും. റോഡ്രിഗോ എത്ര ഹൈറ്റില്ലാത്ത പ്ലെയറൊക്കെയാണ് ഗോൾ ഇട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അവർക്ക് കെയിൽ വാക്കറായിരുന്നു ഒരു ഫിസിക്ക് അതുപോലുള്ള കാര്യം സ്പീഡെല്ലാം കണ്ടിട്ടാവും ഗബ്രിയേലിനെ മാർക്ക് ചെയ്യാനിട്ടത്. പക്ഷേ ഗബ്രിയേൽ അത്യാവശ്യം നല്ല ജമ്പ് തന്നെ അറിയാം. അത്രയും ഇതിൽ തന്നെ ഹൈറ്റ് ഉണ്ട്. അതുപോലെ ഹൈറ്റിൽ ജമ്പ് ചെയ്യുന്ന താരം. കറക്റ്റ് പ്ലാൻഡ് ആയിരുന്നു ആഴ്സണലിൻ്റെ ഗോള്. ആഴ്സണലിൻ്റെ ഈ ഗോൾ മാത്രമല്ല പലപ്പോഴും ഗോളുകൾ നമുക്കറിയാം ഒരു കറക്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ഗോളുകളുണ്ടാവും. ആ ഒരു കയറിന്ന് വിങ്ങുന്ന ബോക്സിലോട്ട് വന്നിട്ട് ഈ മിഡ്ഫീൽഡർമാർ അല്ലെങ്കിൽ ഒടകാടൊക്കെ എടുക്കുന്ന ലോങ് ഷോട്ടുകൾ അത് പലപ്പോഴും നല്ല പ്രാക്ടീസ്ഡ് ആയിട്ട് അവർ വന്നിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഈ കോർണറെല്ലാം ചെയ്യുന്നതാണ്. നേരെ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് ഒരു പ്ലാൻ ഉണ്ട് പലപ്പോഴും ഗോൾ അടിക്കാനുള്ളത്. പക്ഷേ അത് ബ്രേക്ക് ചെയ്താൽ അത് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ടീമുകൾക്ക് ജയിച്ച് കയറുക എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ട്രൊസാർഡിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രൊസാർഡിൻ്റെ സെക്കൻഡ് ഹാഫില്ല സ്റ്റെപ്പിൻ്റെ അവസാനം ട്രൊസാർഡിൻ്റെ റെഡ് കാർഡ് വന്നു. അതോടെ പിന്നെ ആഴ്സണലിനെ 10 പേരായിട്ട് കളിക്കേണ്ടി വരും സെക്കൻഡ് ഹാഫിൽ എന്നുള്ളത് ഉറപ്പായി. അവിടെ നിന്നാണ് പിന്നെ കളി കുറച്ചൊന്ന് മാറുന്നത്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പിന്നെ ഏതായാലും ലീഡ് ഉണ്ട്. ആ സമയത്ത് സാക്കിനെ പിൻവലിച്ചു. അതെ, ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സാക്കിനെ പിൻവലിച്ചിട്ട് പിന്നെ ബെൻ വൈറ്റ് എത്തി. ഡിഫെൻഡ് ചെയ്യുക, മാക്സിമം ബാർക്കിങ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ആഴ്സണൽ കളിച്ചത്. അത് ഓൾമോസ്റ്റ് അവർ അത് സക്സസ് ആവുകയും ചെയ്തു ആ കാര്യത്തിൽ എന്നുള്ളതാണ്. സിറ്റിയുടെ ഒരു പ്രശ്നം പിന്നെ ഡീപ് ബ്രേഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ഷോട്ട് എടുക്കാൻ സിറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് അതാണ്. ഇപ്പോൾ ലോങ് ഷോട്ടുകൾ എടുക്കില്ല എന്നല്ല, പക്ഷേ ഒരു ത്രെട്ടായിട്ടുള്ള ഷോട്ടുകളൊന്നും പലപ്പോഴും വരുന്നില്ല. പക്ഷേ റയ ആയതുകൊണ്ടാവും എടുത്തിട്ട് കാര്യമില്ല. ആ സമയം കൂടി കുറച്ചൊന്ന് ഡിഫൻസിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് വല്ലതും കിട്ടിയ ആളുണ്ട് ഗോൾ ഇടുന്നുള്ളതുകൊണ്ട് അതിനു വേണ്ടി മാത്രമായിരുന്നു പന്ത് തട്ടിക്കൊണ്ടിരുന്നതാണ്. ഗ്രീലിഷ് വന്ന ശേഷമാണ് ആ ഒരു അവസാനത്തെ എക്സ്ട്രാ ടൈമിൽ വന്ന ഒരു കോർണർ വന്നത്. ഒരു ഷോട്ട് ടച്ചൊക്കെ എടുത്തിട്ട് ആ ബോക്സിലോട്ട് കയറിയിട്ടിട്ട് സ്റ്റോൺസ് ഒരു കൂട്ടപരിശീലനം ഉണ്ടായത് അതിൻ്റെ ഇടയിലായിട്ട് സ്റ്റോൺസ് അത് കറക്റ്റ് ഗോളാക്കി ഇടുകയും ചെയ്തു.
ആഴ്സണൽ ലാസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡുകളും കൂടി ഒരു ആഴ്സണൽ ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഒരു ഹിസ്റ്റോറിക്കലി വരുന്നതിന് അവർക്ക് അത് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച് കിട്ടുന്നുള്ളതായിരുന്നു. സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്തായാലും ഹോം ഗ്രൗണ്ടിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് ചാമ്പ്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ സിറ്റിക്ക് ഇത് ആഴ്സണലിനെതിരായതുകൊണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോയിന്റ് ഷെയർ ചെയ്യുക ആഴ്സണലായിട്ട് എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടാവില്ല. എപ്പോഴും സിറ്റി തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. കാര്യം ബാക്കി എല്ലാവരും നല്ല പോയിന്റ് ഡ്രോപ്പ്. ലിവർപൂൾ ഇതിനു വേണ്ടി മാച്ച് തോറ്റിട്ടുണ്ട്. സിറ്റി ഇതുവരെ മാച്ച് തോറ്റിട്ടില്ല. അതിൽ വെച്ച് നോക്കുമ്പോൾ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ലാത്തൊരു മാച്ച് തന്നെയാണ്. കുഴപ്പമില്ലാത്ത റിസൾട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് റോഡ്രിയിൽ ഇഞ്ചുറി പോകാമെന്ന് എന്നും കൂടി ഉണ്ടാകുമ്പോൾ ബാക്കി മാച്ചൊക്കെ അവർക്ക് സിമ്പിളായിട്ട് ജയിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അവസാനം ടൈറ്റിൽ കോമ്പറ്റീഷനായിട്ട് വരുന്നത് ഈ ആഴ്സണൽ അതുപോലെ ലിവർപൂളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ആഴ്സണലിനെതിരെ ഒരു സമനില പിരിഞ്ഞു എന്നുള്ളത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ റിട്ടേൺ മാച്ച് ഉണ്ടാകുമ്പോൾ കാണാൻ ബാക്കി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ലിവർപൂളിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ജയിച്ചിട്ടുണ്ട്. ലൂയിസ് ഡിയാസ് 2 ഗോൾ. പക്ഷേ നമുക്കറിയാം നോട്ടിംഗ്ഹാം വന്നിട്ട് തോറ്റതൊക്കെ അറിയാം. അപ്പോൾ ലിവർപൂൾ അത്ര ബ്രേക്കബിൾ അല്ലാത്ത ടീമൊന്നുമല്ല. അവർ എന്തായാലും ടൈറ്റിൽ റേസിൽ ഇനി ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ചിലപ്പോൾ പോയിന്റ് ഡ്രോപ്പ് കുറച്ചധികം പോയിന്റ് ഡ്രോപ്പ് ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ മത്സരത്തിൽ ഈ വീക്കിൽ നടന്ന മത്സരങ്ങൾ. പിന്നെ ബാക്കി ടീമിന് എടുത്തു പറയാനാണെങ്കിൽ ബ്രെൻറ്റ്ഫോർഡ് തോറ്റിട്ടുണ്ട്. ലെസ്റ്റർ സമനിലയായി പ്രീമിയർ ലീഗ് കൂടി തിരിച്ചെത്തിയതാണ്. അതുപോലെ ന്യൂക്കാസിലാണെങ്കിൽ ഫുൾഹാമിനോട് തോറ്റു. ഇത്രയൊക്കെയാണ് ബാക്കി ഉണ്ടായിട്ടുള്ള മത്സരങ്ങളെല്ലാം. പോയിന്റ് ടേബിൾ നോക്കാനാണെങ്കിൽ സിറ്റി തന്നെയാണ് ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത്. വോൾഫ്സ് സിറ്റി ലാസ്റ്റ് ഉണ്ട്. ലോപെറ്റോഗിക്ക് എന്തായാലും നല്ലൊരു സ്റ്റാർട്ടിങ് അല്ല കിട്ടിയിട്ടുള്ളതെന്ന് തന്നെ പറയാം. പിന്നെ ടോട്ടനം ജയിച്ചു. ബ്രണ്ടൻ ജോൺസൻ്റെ നല്ല പ്രകടനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരം എന്തായാലും ഗോളടിച്ചു. ഈ മത്സരത്തിലും ഗോളടിച്ചു. ആദ്യം ബ്രെൻറ്റ്ഫോർഡിനോട് ഗോൾ കൊടുങ്ങിയെങ്കിലും പിന്നെ ഏതായാലും 3 ഗോളടിച്ച് തിരിച്ചു വരാൻ ടോട്ടനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പോയിന്റ് ടേബിളിൽ എന്തായാലും ഇപ്പോൾ ആദ്യം നോക്കേണ്ട സിറ്റി ലിവർപൂൾ കഴിഞ്ഞ ആസ്റ്റൺ വില്ലയാണ്. പക്ഷേ എന്തായാലും നോക്കേണ്ടത് കാര്യം അവരെന്തായാലും ടോപ്പ് 4 വേണ്ടിയിട്ടുള്ള നല്ല ഫൈറ്റ് കാഴ്ചവെക്കും തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ചെൽസി ബാക്കിയുള്ള ടീമുകൾ ചെൽസി ന്യൂക്കാസിൽ ടീമുകൾക്കെല്ലാം അത് പ്രശ്നം തന്നെയാവും. കാര്യം നിലവിലെ ഫോമും എല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ലോപെറ്റോഗി ഉണ്ടല്ലോ. ലോപെറ്റോഗിക്ക് എനിക്ക് തോന്നുന്ന ഒരു ബാക്കി ഇതുവരെ മാനേജ് ചെയ്ത ടീമുകൾ പോലെയല്ല, ആഴ്സണൽ PSG പോലെയൊന്നുമല്ല. അത്ര പ്രഷറൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ അവരുടെ മാക്സിമം എയിം എന്ന് പറയുന്നത് യൂറോപ്പ് ലീഗ് അല്ല, ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിലാണ് ഒരു മാക്സിമം എയിം വരുന്നത്. അപ്പോൾ അത്രയധികം പ്രഷറൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ആകുമ്പോൾ ലോപെറ്റോഗിക്ക് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞ സീസണിൽ തന്നെ പ്രാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഇത്രയൊക്കെയാണ് പ്രീമിയർ ലീഗ് ഈ വീക്കിൽ നടന്ന മത്സരങ്ങളും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യമായിട്ട് സ്പോട്ടിഫൈയിലാണ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത് പോഡ്കാസ്റ്റ്. എന്തായാലും അഭിപ്രായം അറിയിക്കുക. നന്ദി, നമസ്കാരം.